ഉസ്താദുമാരെ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ പൊരുത്തപ്പെട്ട ഇബാദുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ജമാഅത്തുൽ അവ്വൽ മാസത്തിൽ ആദ്യത്തെ ഒരു ഞായറാഴ്ച അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ്റെ മുമ്പിൽ ഒരു പകൽ മുഴുവനായിട്ടും നമുക്കിരിക്കാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. ജീവിതത്തിലെ പല നിമിഷങ്ങളും പല ഭാഗങ്ങളും നമ്മൾ തെന്നി നിൽക്കുമ്പോൾ അതിലേറ്റവും സുഹൃതങ്ങൾ നിറഞ്ഞതായ ഒരു വഴിയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലുള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഖുർആനിക സഞ്ചാരപഥയിൽ നമ്മുടെ നേതൃത്വം നൽകിയ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്നുള്ള ദേശത്തു നിന്നും ഇങ്ങോട്ട് ഇന്നലെ രാത്രി എത്തിയ ബഹുമാനപ്പെട്ട അബ്ദുസലാം മുസ്ലിയാർ അവറുകളാണ് നമുക്ക് ഈ സഞ്ചരിക്കുന്നതായ ഈ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു തആല വലിയ ബർക്കത്ത് ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ഒരുപാട് മേഖലകളിൽ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ ഇത്തരം നല്ലതായ നെയ്യത്തോടുകൂടി ഇത്തരം ഖുർആനിക രംഗങ്ങൾ വിശാലമാക്കാനുള്ള ദഅവത്തുകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് പല എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ചിന്തിച്ച് സ്വായത്തമാക്കാൻ പറ്റാത്ത പല രംഗങ്ങളും ഇന്നത്തെ ദിവസത്തിലൂടെ കവിതയിലൂടെ ആയിട്ടും പദ്യത്തിലൂടെയായിട്ടും ഗദ്യത്തിലൂടെ ആയിട്ടൊക്കെ നമ്മളൊക്കെ പലരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊക്കെ വീണ്ടും നമ്മൾക്ക് ജീവിതത്തിൽ പകർത്തുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഇത്രയും ക്ലാസ്സുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുമ്പോൾ, കാരണം നമ്മൾ ദർസിൽ കിതാബ് ഓതുന്നുണ്ട്, അതിൻ്റെ പുറമെയാണ് നമ്മൾ ഖുർആനിന് നമുക്ക് ജീവിതത്തിന് വലിയൊരു സ്ഥാനം നൽകണമല്ലോ. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇത്രയും ഉസ്താദുമാർക്കൊക്കെ അവരെ ദീർഘായുസ്സിന് വേണ്ടിയും അവരെ ആഫിയത്തിന് വേണ്ടി കേവലം ഒരു മണിക്കൂറിന് ഇത്ര ഫീസ് എന്ന് പറഞ്ഞ് പല ഭൗതിക രംഗങ്ങളിൽ പലരും മുന്തുമ്പോൾ ഇതൊന്നും ഇതിൻ്റെ പിന്നാലെ അവരൊന്നും കാംക്ഷിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും ഇഖ്ലാസ് കൊണ്ടാണ് അവർ ഇത്രയും ഓരോ നന്മക്കൊക്കെ മുന്നിട്ട് വരുന്നത്. അപ്പം നമ്മളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല അവരുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനുള്ള രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഇനിയും ഇത്തരം സംരംഭങ്ങളിലൊക്കെ ഒത്തുകൂടാൻ, ഇങ്ങനെ പഠനങ്ങളിൽ നമുക്ക് മികവ് പുലർത്താൻ അള്ളാഹു തആല എല്ലാ തരത്തിലും അവൻ്റെ വഴികളൊക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ഈ ഒരു സദസ്സ്, ഈ ഒരു ക്യാമ്പ് നമ്മുടെ ഉയർച്ചക്കും വളർച്ചക്കും അള്ളാഹു ഒരു നിദാനമാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം. രണ്ട് വാക്ക് നമ്മുടെ വന്യരായ ഐതിം ഉസ്താദ് ഇങ്ങോട്ട് പറയും. അതിൻ്റെ ശേഷം വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു 3 ആളുകൾ വന്ന് അല്പം അഭിപ്രായങ്ങൾ പറഞ്ഞ് ഉസ്താദിൻ്റെ സമാപന ഒരു ഹ്രസ്വമായ നസീഹത്തും കഴിഞ്ഞ്